രാത്രി 2 ജമാഅത്ത് പള്ളി നടക്കും. അപ്പോൾ രണ്ടിലും പങ്കെടുക്കുകയാണോ ഉത്തമം, ഒന്നിൽ മാത്രം പങ്കെടുക്കുകയാണോ ഉത്തമം എന്നാണ്. നബിയുടെ ഫിഅല് 11 ആ ഫിഅലിനോട് യോജിക്കുന്നത് 11 പരിമിതമാവുക എന്നതാണ്. അതുകൊണ്ട് അതാണ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ നല്ലത്. ഒന്നുകിൽ ഒന്നാമത്തെ ജമാഅത്തിൽ 11 നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ രണ്ടാമത്തെ ജമാഅത്തിൽ 11 നിസ്കരിക്കുന്നു. അതാണ് നബിയുടെ ഖൗലിനോടും ഫിഅലിനോടും യോജിച്ച് വരുന്നത്. ഇനിയിപ്പോൾ അതല്ല, ഒരാൾ മറ്റേ പങ്കെടുത്ത് പോയി, അത് തെറ്റെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ഒരു നിസ്കാരം 2 വർഷം നിസ്കരിക്കാൻ പറ്റുമോ ചോദിച്ചാൽ പറ്റായിക്കൊന്നുമില്ല. പക്ഷെ അത് സ്ഥിരം പതിവാക്കി എല്ലാ ദിവസവും അങ്ങനെ 2 വട്ടം നിസ്കരിക്കുക എന്നുള്ളത് നമുക്കൊരു മാതൃക കണ്ടു വെച്ചാൽ ഇല്ല. ഫർള് വരെ ഇപ്പം നമ്മൾ ഫർള് നിസ്കരിച്ച് ഇവിടെ പള്ളി വന്നു, ഇവിടെ എന്താ ജമാഅത്തൊക്കെ ഉണ്ട്, നമുക്ക് ആ ജമാഅത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ ചോദിച്ചാൽ പങ്കെടുക്കാൻ പറ്റും. പക്ഷെ എല്ലാ ദിവസവും അങ്ങനെ ഇവിടെ 100 നിസ്കരിച്ച്, അങ്ങനെ പള്ളി 100 നിസ്കരിച്ച്, അപ്പുറത്ത് 100 നിസ്കരിച്ച് അങ്ങനെ രീതി ഉണ്ടോ ചോദിച്ചാലോ അതില്ല. അപ്പോൾ എന്നപ്പോഴും അവിടെ ജമാഅത്ത് നടപ്പാൻ നമുക്ക് അത് ആദ്യമേ അറിയാം. എങ്കിൽ അത് രണ്ടും പങ്കെടുക്കുന്നതിനേക്കാൾ നല്ലത് ദീർഘമായി നിസ്കരിക്കുന്ന ജമാഅത്തിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യമാണ്. മറ്റേ സമയത്ത് ഖുർആൻ ഓതിയോ ദിക്റുകൾ മുഴുകിയോ പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കാം. അപ്പോൾ സ്വഹാബിമാർ തന്നെ ഉമർ ഖത്താബ് ജമാഅത്ത് നടപ്പാക്കിയത് എപ്പോഴാണ്? സ്വഹാബിമാർ പല സംഘങ്ങളായി നിസ്കരിച്ചപ്പോഴാണ്. മുത്തഫരിഖൂന ഉമർ ഖത്താബ് പള്ളിക്ക് വന്നപ്പോൾ വ്യത്യസ്ത സംഘങ്ങളായ ആളുകൾ നിസ്കരിക്കുന്നു. ഒരു ടീം അവിടെ 2 ആൾ, ഇവിടെ 3 ആൾ, അവിടെ 4 ആൾ, അപ്പുറത്തൊരുത്തരും ഒറ്റക്ക്, ഇങ്ങനെയൊക്കെ പാടെ പല നിസ്കാരം നടക്കുന്നു. അപ്പോൾ ഒരേ സമയത്ത് ഒന്നിലേറെ ജമാഅത്ത് നടത്തി. ഇപ്പോൾ ഫർദിലുണ്ടാവില്ലല്ലോ, ഫർദിൽ ഏതായാലും ഒരേ സമയത്ത് ഒന്നിലേറെ ജമാഅത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഈ വിഷയത്തിൽ സുന്നത്തായതുകൊണ്ട് തന്നെ അതിൽ വിശാലതയുണ്ട് എന്നാണ് സ്വഹാബത്ത് മനസ്സിലാക്കിയത്. അതുകൊണ്ടാണല്ലോ ഒരേ സമയത്ത് 2, 3, 4, 5 ജമാഅത്ത് പള്ളിയിൽ നടന്നത്. അപ്പോഴേ ഉമർ ഖത്താബ് പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങൾക്ക് എല്ലാം കൂടി ഒരു ഇമാമിലേക്ക് നിസ്കരിച്ചൂടെ എന്ന് ചോദിച്ചിട്ട് ഔദ്യോഗികമായി ഇമാമിനെ നിശ്ചയിച്ച് കൊടുക്കുന്നതൊക്കെ അങ്ങനെയാണ്. അല്ലാഹു അഅലം.